എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഫുൾ ഫേസ് മസാജിങ് വീഡിയോ ഇടാവോയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഫുൾ ഫേസ് മസാജിങ് വീഡിയോയാണ്. അപ്പം ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതാ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ മുഖം മസാജ് ചെയ്യുന്നതിന് മുന്നേ കൈയും മുഖവും ഒക്കെ നന്നായിട്ടൊന്ന് കഴുകി തുടയ്ക്കണം കേട്ടോ. കാരണം നമ്മുടെ മുഖത്തൊക്കെ ചെളി ഉണ്ടെങ്കിൽ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് പിന്നെയും അത് നമ്മുടെ സ്കിന്നിനുള്ളിലേക്ക് ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി തുടച്ചതിന് ശേഷം വേണം മസാജ് ചെയ്യാനായിട്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഒലിവ് ഓയിലും കൊണ്ടാണ് മസാജ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആൽമണ്ട് ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്യാറുണ്ട് കേട്ടോ. ആൽമണ്ട് ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്യുമ്പോൾ അത് ഇച്ചിരിയും കൂടെ ഓയിൽ തിന്നാന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അത് വെച്ച് മസാജ് ചെയ്യുമ്പോൾ. പക്ഷേ എൻ്റെ സ്കിന്നിന് എനിക്ക് കൂടുതലായിട്ട് സൂട്ട് ചെയ്യണത് ഈ ഓയിലായിട്ടാണ് എനിക്ക് തോന്നാറ്. ഞാനിവിടെ ദുബായിൽ വന്നപ്പോൾ മുതൽ, അതായത് ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിക്കണതിനൊക്കെ മുന്നേ തന്നെ ഞാൻ മുഖം എൻ്റെ ബോഡിയൊക്കെ ഞാൻ ഓയിൽ വെച്ച് നമ്മൾ എണ്ണ തേക്കുമല്ലോ മേത്ത്. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അന്ന് തുടങ്ങി ഞാൻ ഈ ഓയിൽ വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എൻ്റെ സ്കിന്നിന് ഇത് കൂടുതൽ സ്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം കൂടുതൽ നല്ല ഗ്ലോ വരുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അതിന് ശേഷം നമുക്ക് ഓയിലെടുത്തിട്ട് ആദ്യം ഫുള്ള് നമുക്ക് നമ്മുടെ ഫേസിലേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ ചെവിയിലേക്കും ചെവിയുടെ പുറകിലേക്കൊക്കെ ഇച്ചിരി നന്നായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ നെക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ നന്നായിട്ട് ഇച്ചിരി ഓയിൽ ഇങ്ങനെ അങ്ങ് പരട്ടി കൊടുക്കാവേ. ഇനി നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ കുരുക്കളോ അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നെങ്കിൽ എന്തെങ്കിലും ക്രീം വെച്ചിട്ട് മസാജ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നാച്ചുറൽ ക്രീം ഉണ്ടാക്കിയിട്ട്, ഞാൻ പപ്പായയുടെ ക്രീം, അവോക്കാഡോയുടെ പൾപ്പ് വെച്ചിട്ട് ഫേസ് മസാജ് ചെയ്യണ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് എന്താണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാവേ. അപ്പോൾ ഇനി നമുക്ക് ആദ്യം മസാജ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ടിലും എണ്ണയുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഓയിലില്ല എന്നുണ്ടെങ്കിൽ ശകല ഓയിലും കൂടെ നമ്മൾ കയ്യിലേക്ക് എടുക്കുക. എന്നിട്ട് നമുക്കൊരു സ്മൂത്ത് ഫീൽ വരണം. ടൈറ്റായിട്ട് നമ്മൾ ഒരിക്കലും ഫേസ് ഒന്നും മസാജ് ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും സ്മൂത്തായിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം മസാജ് ചെയ്ത് തുടങ്ങാം. ആദ്യം കവളാണ് മസാജ് ചെയ്യുന്നത്. മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുണ്ടോ ഇൻവേർട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പുറത്തേക്ക് മസാജ് ചെയ്യുന്നത്. ഇങ്ങനെ പുറത്തേക്കല്ല, നമ്മളെ മസാജ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് ഇൻവേർട്സ് ആണ്. അതുപോലെ അപ്വേർഡ് ഡയറക്ഷനിൽ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെയാണ് നമ്മളെ മസാജ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് കേട്ടോ. കവിള് ഇങ്ങനെ കവിള് മസാജ് ചെയ്യുക. എന്നിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഇവിടെ ഒന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ സ്പീഡിൽ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ ഇങ്ങനെ കണ്ടോ. ഇനി അടുത്തത് നമ്മൾ മസാജ് ചെയ്യണത് നമ്മുടെ നോസിൻ്റെ സൈഡാണ് കേട്ടോ. അപ്പോൾ നോസിൻ്റെ സൈഡ് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുക, സൈഡുകൾ. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ചെറിയ പ്രഷറോട് കൂടിയിട്ട് മസാജ് ചെയ്യുക, ഒരു മീഡിയം പ്രഷറോട് കൂടിയിട്ട് മസാജ് ചെയ്യുക. ഒരുപാട് പ്രഷർ എടുത്ത് മസാജ് ചെയ്യരുത്. എന്നാൽ ഒരുപാട് വെറുതെ ഇങ്ങനെയൊക്കെ ഇതായിട്ട് മസാജ് ചെയ്യുകയോ ചെയ്യരുത്. നമ്മൾ സ്ക്രബൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ സോഫ്റ്റായിട്ട് മസാജ് ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നിൽ സ്ക്രാച്ച് ഉണ്ടാകാതിരിക്കാനായിട്ട്. നമ്മൾ ഇത് ഓയിലൊക്കെ ഉപയോഗിച്ച് മസാജ് ചെയ്യുമ്പോൾ ഒരു ശകലം പ്രഷർ കൊടുത്തുകൊണ്ട് നമ്മൾ മസാജ് ചെയ്യുക. ദേ മൂക്ക് ഇങ്ങനെ മസാജ് ചെയ്യുക, ഇങ്ങനെ പൊക്കത്തിലേക്ക്. അതിനുശേഷം മൂക്കിൻ്റെ സൈഡുകൾ രണ്ടും ഇങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ മസാജ് ചെയ്യണം. അതിനുശേഷം നമ്മൾ മൂക്കിൻ്റെ പാലം നമ്മളിങ്ങനെ മസാജ് ചെയ്യണം. അതിനുശേഷം നമ്മൾ മൂക്കിൻ്റെ ടിപ്പും ഈ സൈഡ് വശവും കൂടെ ഇങ്ങനെയൊന്ന് മസാജ് ചെയ്യണം. മസാജ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഇങ്ങനെ മടങ്ങി ഇങ്ങനെ വരാൻ പാടില്ല, അതുപോലെ നമ്മൾ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ മൂക്കിൻ്റെ ടിപ്പ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യണം. അപ്പോൾ നമ്മൾ ലിപ്സ് ഒരു ശകലം ഇങ്ങനെ താത്തി പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മടക്ക് വരില്ല. ഒരുപാട് ആൾക്കാരുടെ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ മടക്ക് വരുന്നത് കാണാറുണ്ട്. അത് ചിലർക്ക് ഹാബിറ്റ് ഉണ്ട്, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ഹാബിറ്റ്. അത് ഇവിടെ വരാനായിട്ടുള്ളൊരു കാരണമാണ്. പിന്നെ അവിടെ ഇങ്ങനെ ഡാർക്ക് കളറായിട്ട് ഇങ്ങനെ ടാൻ പിടിച്ച പോലെ ഇരിക്കുന്ന കാണാം. അപ്പം നമ്മൾ ചെറുതായിട്ട് മൂക്കിൻ്റെ സൈഡും ഇങ്ങനെ ചെയ്യുക. അപ്പം നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ഇങ്ങനെ 3-4 പ്രാവശ്യം ഇങ്ങനെ
ഇങ്ങനെ കൊണ്ടുവരിക. അതിനുശേഷം നോസ് ഇങ്ങനെ കൊണ്ടുവരിക, പാലം ഇങ്ങനെ ചെയ്യുക, പിന്നെ മൂക്കിൻ്റെ സൈഡുകൾ ഇങ്ങനെ ചെയ്യുക. ശേഷം മൂക്കിൻ്റെ ടിപ്പ്, പിന്നെ ഇത് കണ്ടോ നോസിൻ്റെ സൈഡ് ഇങ്ങനെ ചെയ്യുക. ഇതും നമ്മളൊരു 3-4 പ്രാവശ്യം നമ്മൾ ചെയ്യുക. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലിപ്സിന് ചുറ്റുമാണ് മസാജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലിപ്സിന് ചുറ്റും മസാജ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ നമ്മുടെ ഈ 2 ഫിംഗർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ ദേ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം നമുക്ക്. അതിന് ശേഷം ദേ ഇങ്ങനെ ഈ ലിപ്സിൻ്റെ സൈഡുകൾ ചിലരുടെയൊക്കെ ഇങ്ങനെ കടവ പൊട്ടുക എന്ന് പറയത്തില്ലേ, അപ്പം ഇങ്ങോട്ടൊക്കെ നല്ലോണം ബ്ലഡ് ഫ്ലോ ഉണ്ടാവുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നവും പരിഹരിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഈ 2 സൈഡും നമ്മൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലായില്ലേ? അതെ, പിന്നെ അത് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ ലിപ്സിൻ്റെ പുറത്ത് കൂടെ നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യാം കേട്ടോ. ലിപ്സിൻ്റെ പുറത്ത്, ലിപ്സിൻ്റെ സൈഡുകളും ലിപ്സ് ഇത് രണ്ടും നമുക്കിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ പാർലറിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവിടുന്ന് മസാജ് ചെയ്തിട്ട് അയൺ ഔട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇവിടെ നമ്മുടെ ഈ കൃതാവില്ലേ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ടൊന്ന് പ്രസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ദേ നമ്മുടെ ഈ 2 ഫിംഗർ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് അടച്ചു പിടിക്കുക. ലിപ്സ് രണ്ടും കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ലിപ്സ് മസാജ് ചെയ്യണത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും ഇപ്പം നമ്മൾ നോസ് ചെയ്തു, അതിനുശേഷം നമ്മുടെ ചീക്ക് നമ്മൾ മസാജ് ചെയ്യണം. അതുപോലെ തന്നെ ലിപ്സ് ചെയ്തു, അതിനുശേഷവും നമ്മൾ ഒന്നും കൂടെ ചീക്സ് ഇങ്ങനെ മസാജ് ചെയ്യണം. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ചിന്ന് മസാജ് ചെയ്യാം. അപ്പോൾ ചിന്ന് മസാജ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ദേ ഇങ്ങനെ സിസേഴ്സ് മസാജാണ് ചെയ്യണത് കേട്ടോ. ദേ ഇങ്ങനെ കണ്ടോ, സിസർ പോലെ കൈ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇതേ നമ്മുടെ ചിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. കണ്ടോ, ഇത് നമ്മുടെ ഡബിൾ ചിന്ന് പോകാനും ഒക്കെ നമ്മുടെ ജോ ലൈൻ കറക്റ്റ് ആകാനും ഡബിൾ ചിന്ന് പോകാനായിട്ടൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അതിന് ശേഷം നമ്മളിതാ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇങ്ങോട്ടേക്ക്. അതും ഈ തമ്പ് അടിയിൽ വേണം, എന്നിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മളിത് കണ്ട ഇങ്ങനെ നമ്മുടെ ഈ ജോ ലൈനാണ് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ ഒന്ന് നമ്മുടെ ജോല ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ ദാ നമ്മളിങ്ങനെ കപ്പിങ് ചെയ്ത് കൊടുക്കണം. ദാ ഇങ്ങനെ, എന്നിട്ട് ഇവിടുന്ന് ഈ കൈ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ ചെറുതായിട്ട് ഈ ചിന്നിനൊരു കപ്പിങ് ഇങ്ങനെ കൊടുക്കണം. തിരിച്ചിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു കപ്പിങ് കൊടുക്കണം. തിരിച്ചിങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു കപ്പിങ് കൊടുക്കണം. തിരിച്ചിങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു കപ്പിങ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ അതാണ് ചിന്നിൻ്റെ മസാജ്. ഇത് കഴിഞ്ഞിട്ട് അഗൈൻ നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ആദ്യം ഒന്നും കൂടെ ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ നമ്മുടെ ചീക്കിൻ്റെ മസാജാണ് ചെയ്യുന്നത്. ചീക്കിൻ്റെ മസാജ് ചെയ്യുമ്പോൾ ചീക്ക് നമ്മൾ ഓൾറെഡി നമുക്കറിയാലോ, നമ്മളിങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്താണ് ചെയ്യണത്. കണ്ടോ, ഇങ്ങനെ പൊക്കത്തിലേക്ക് ഇങ്ങനെ ചെയ്യുക. അതിന് ശേഷം നമ്മൾ കൈ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഒന്നെങ്കിൽ നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ വശം കൊണ്ട് നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 1 2 3 1 2 3 1 2 3 ഇങ്ങനെ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ട് ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ, ജാപ്പനീസ് സ്വാം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനെ അപ്പുറത്തേട്ട് ഈ കവളിങ്ങനെ പൊക്കത്തിലേക്ക് ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ പൊക്കത്തിലേക്ക് കേട്ടോ. ഇങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ കവള് ഫുള്ളൊന്നിങ്ങനെ പിഞ്ച് ചെയ്ത് കൊടുക്കുക. അതെ, അതുപോലെ തന്നെ കവളിങ്ങനെ ഫുള്ളൊന്ന് നമ്മുടെ ഫിംഗർ വെച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
ഇതാണ് ചീക്കിൻ്റെ മസാജ്. ശേഷം എല്ലാം വെച്ച് ഒരു 3-4 പ്രാവശ്യം ചെയ്യുക. എഗെയിൻ നമ്മുടെ ജനറൽ സ്ട്രോക്ക് എന്നാണ് പറയണത്. ജനറൽ സ്ട്രോക്ക് ചെയ്യുക. ഐ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ റിംഗ് ഫിംഗർ വെച്ചിട്ട് ചെയ്യണം. ഇതേ കണ്ണിന് ചുറ്റും ഇങ്ങനെ സർക്കിള് ആയിട്ടിങ്ങനെ വരയ്ക്കണം. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ നമ്മൾ വരയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സർക്കിൾ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഐബോൾസ് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു കപ്പിങ് നമ്മൾ നമ്മുടെ ഐസിന് കൊടുക്കുക. അതിന് ശേഷം നമ്മളിങ്ങനെ അയൺ ഔട്ട് ചെയ്യുക. ഇത്രയാണ് ചെയ്യേണ്ടത്. ഇതും ഒരു 3-4 പ്രാവശ്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ചീക്സ് ഒന്നും കൂടെ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലെ ഓയിൽ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ ശകലം കൂടി എടുക്കണം. ഒരുപാട് ഓയിലാവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അകത്തേക്കൊക്കെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഓയിലാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ നമുക്ക് ഓയിൽ വേണം താനും. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഐബ്രോയാണ്. ഐബ്രോ നമ്മൾ ആദ്യം നമ്മളിത് കണ്ടോ ഇങ്ങനെ ഈ തമ്പ് ഇങ്ങനെ അടിയിൽ പിടിച്ചിട്ട് തമ്പ് കൊണ്ട് ഇങ്ങനെ പൊക്കത്തിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ വിരൽ കൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പിടിക്കുക. ഇത് കണ്ടോ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പിഞ്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവുക 2 വശത്തേക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് കണ്ടോ നമ്മുടെ ഈ കൈ ഇങ്ങനെ ഈ ഒരു കൈ മുകളിലും മറ്റേ കൈ താഴെയായിട്ട് പുരുക ഇങ്ങനെ നന്നായിട്ട് ഇവിടെ വരെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും ഇങ്ങനെ നമ്മുടെ ഫിംഗർ കൊണ്ട് നമ്മൾ ഐബ്രോസ് ശരിക്കും ആർച്ച് വരത്തക്ക രീതിയിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. അതിന് ശേഷം ഒന്നും കൂടെ നമ്മളിങ്ങനെ അയൺ ചെയ്യുക. അതിന് ശേഷം നമ്മൾ പിരികത്തിൻ്റെ നടുക്ക് ക്രിസ് ക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചൂണ്ട് വിരലും കൊണ്ട് ഇങ്ങനെ ക്രിസ് ക്രോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അഗെയിൻ നമ്മൾ ഇങ്ങനെ കവള് മസാജ് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്യുക 3-4 പ്രാവശ്യം. അപ്പോൾ ഐ ചെയ്യുമ്പോഴും 3-4 പ്രാവശ്യം ചെയ്യുക. ഐബ്രോസ് ചെയ്യുമ്പോഴും 3-4 പ്രാവശ്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഫോർഹെഡാണ്. ഫോർഹെഡ് നമ്മൾ നമ്മുടെ ഈ 4 ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ പൊക്കത്തിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ? ഫോർഹെഡ് മസാജ് ചെയ്യുമ്പോൾ ഈ സൈഡ് വരെ ഇങ്ങനെ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്യണം കേട്ടോ. ഇങ്ങോട്ട് സൈഡ് വരെ. അതുപോലെ തന്നെ നമുക്കിങ്ങനെ സിക്സാഗ് പോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഈ 2 വിരൽ വെച്ചിട്ട്. പിന്നെ നമുക്കിങ്ങനെ 8 എഴുതുന്നത് പോലെ ഇങ്ങനെ നമുക്ക് നെറ്റി ഫുള്ളിങ്ങനെ ഈ ഫിംഗർ വെച്ചിട്ട് നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെ നമ്മുടെ നെറ്റി ഫുള്ളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോന്നും നമ്മൾ ചെയ്യുമ്പോൾ 3-4 പ്രാവശ്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റിയുടെ മസാജ്. ഇതിന് ശേഷം നമ്മൾ ജനറൽ സ്ട്രോക്ക് നമ്മുടെ കവളിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ജനറൽ സ്ട്രോക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ പാർലറിലൊന്നും അങ്ങനെ എല്ലാവരും ഒന്നും ചെയ്ത് തരൂല കേട്ടോ. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചെവിയുടെ സൈഡും ചെവിയുടെ ഈ സൈഡും ചെവിയുടെ സൈഡുകളും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ചെവിയുടെ സൈഡ് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെവിയുടെ സൈഡ് മസാജ് ചെയ്യുക. കണ്ടോ? പിന്നെ ഇങ്ങനെ നമ്മുടെ ചെവിയിലേക്ക് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യുക. ഇങ്ങനെ 2 ചെവിയുടെ നന്നായിട്ട് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുക. അങ്ങനെ അതിന് ശേഷം നമുക്ക് നെക്കാണ് മസാജ് ചെയ്യേണ്ടത്. നെക്ക് മസാജ് ചെയ്യുമ്പോൾ നെക്ക് ഇങ്ങനെ മസാജ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്ക് സൈഡും നെക്കിൻ്റെ നമ്മളിങ്ങനെ മസാജ് ചെയ്യുക. ഇവിടേക്കൊക്കെ ഇച്ചിരി നന്നായിട്ട് കയറ്റി നമ്മളിങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ നെക്കിൻ്റെ ഇവിടെ കറുത്ത പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ നെക്കും കൂടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണത്. പിന്നെ ഫ്രണ്ടിലും ഇതുപോലെ നമ്മളിങ്ങനെ ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ ഇങ്ങോട്ടാണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക നെക്കും. അതുപോലെ നെക്ക് ഇവിടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അതിന് ശേഷം ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടെ നമ്മുടെ ജനറൽ സ്ട്രോക്ക് ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ മസാജ് എന്ന് പറയുന്നത് നമ്മൾ ഈ 2 കൈയും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഫുള്ള് നമ്മളിങ്ങനെ ചുറ്റിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ പ്രഷർ പോയിന്റിലൊന്ന് പ്രഷർ ചെയ്ത് കൊടുക്കുക ഒരു 3-4 വട്ടം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ബ്യൂട്ടി പാർലറിൽ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഫേസ് മസാജ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസിൽ എക്സസ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്നങ്ങ് വൈപ്പ് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ പാക്ക്. നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാക്കി എടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ പാക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഇച്ചിരിയും കൂടെ ഒരു ഗ്ലോ കിട്ടാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒന്നും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല പാക്ക്. പക്ഷെ ചിലപ്പോഴൊക്കെ ഇടയ്ക്ക് ഞാൻ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈവൻ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ സ്ക്രബൊന്നും ചെയ്തിട്ടില്ല, അല്ലെ സ്കിൻ പാക്കുകളൊക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായി എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ മസാജ് ചെയ്യുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഞാനൊരു പാക്കും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ പാക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് വരുമ്പോഴത്തേട്ടും വാഷ് ചെയ്തിട്ട് ഇനി കാണാട്ടോ. അപ്പോൾ ഞാൻ പാക്കൊക്കെ ഇട്ടിട്ട് ആ 10 മിനിറ്റ് കൊണ്ട് എൻ്റെ സ്കാൽപ്പും ഹെയറും ഒക്കെ നന്നായിട്ടൊന്ന് ഓയിൽ വെച്ച് മസാജ് ചെയ്തതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.